മാർക്കോയ്ക്ക് ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രീ ഹൈപ്പ് ഓൾറെഡി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ കോൺടാക്റ്റ് വഴി കിട്ടിയതാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷി. യൂഷ്വലി ഒരു മെയിനായിട്ടുള്ള പടത്തിനൊരു 5-6 പോസ്റ്റർ ആയിരിക്കും മെയിൻ പോസ്റ്റേഴ്സായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തിയേറ്റർ റണ്ണിൻ്റെ ബാക്കി അഡീഷണൽ എത്ര ദിവസം പോകുന്നു എന്നൊക്കെ ഉള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും പിന്നെ വരുന്നത്. എനിക്ക് സിനിമ പഠിക്കുക, എനിക്ക് സിനിമയിൽ കുറച്ച് കോൺടാക്ട്സ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് എനിക്കൊന്ന് ശാംപുഷ്കരൻ മാത്രമാണ് ഇടയ്ക്കൊന്ന് ഫോട്ടോ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരുപാട് പേരെടുത്ത് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമൽ നീരദിനോട് ചോദിച്ചിട്ടുണ്ട്, ഡയറക്ടർ ലാലിനോട് ചോദിച്ചിട്ടുണ്ട്, ഒട്ടുമിക്ക പ്രിയദർശനോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ അടുത്ത് ഭയങ്കരമായിട്ട് അറിയുന്നതും ആസിഫിനെയും അർജുൻ അശോകിനെയൊക്കെയാണ്. കുറച്ചും മാർക്കോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഉണ്ണി ഒരുപാട് ഇൻപുട്സ് വരുമായിരുന്നു. ഓരോ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എന്താ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത് നിൽക്കുന്ന മേക്കപ്പ് മാൻ ആയിരിക്കും ഇത് ഒഴിക്കുന്നത്. ഒരു സിനിമ നമുക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പം. അത് കഴിഞ്ഞ് അടുത്ത സിനിമകൾ വരാനാണ് നമ്മുടെ ഈ പറഞ്ഞ എഫേർട്ട് മൊത്തം വേണ്ടത്. നമ്മുടെ ഔട്ട്പുട്ടും നമ്മുടെ ഈ പറയുന്ന പോലെ കോണ്ടാക്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന്. വെറുതെ ഒരു സിനിമ ഫാൻറ്റസി മാത്രമായിട്ട് വന്നാൽ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല സിനിമ പ്രൊഫഷൻ. ഹായ് എവ്രി വൺ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞ നന്ദുശേഖരനാണ്. നന്ദുശേഖരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ മാർക്കോ, തൊണ്ടിമുതൽ ദൃക്സാക്ഷിയും, അതിരൻ തുടങ്ങിയ സിനിമകളിലെ പോസ്റ്റേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലെ തലയാണ് നമ്മുടെ നന്ദുശേഖരൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ എന്തായിരുന്നു റീസൺ? 12th കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സിനിമ ഫീൽഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളതുണ്ട്. പിന്നെ ഒരു ജേർണലിസം ആണ് ഡിഗ്രി എടുത്തപ്പോൾ അതിനകത്ത് ഒരു പാർട്ട് സിനിമയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ ഞാൻ ജേർണലിസ്റ്റ് തന്നെ എടുത്തു. അതിലും ഒരു സബ്ജക്റ്റ് സിനിമയായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിനിമ ഉണ്ടായി. അപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞിട്ട് വിജയബാബുവും കാവ്യമാധവനും അഭിനയിച്ച കയസ്മിലൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പം എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു ആ പടത്തിനകത്ത് മൊത്തം, ക്യാമറ ടീമും ഡയറക്ഷൻ ടീമും ഒക്കെ. അപ്പോൾ ഞാൻ ചുമ്മാ ലൊക്കേഷനിൽ പോവും ഡെയിലി വെറുതെ. അങ്ങനെ അവിടെ ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടെക്നിക്കലി വർക്ക് ചെയ്യാൻ എനിക്ക് അവിടെ സ്പേസ് ഇല്ല, ബിക്കോസ് അവിടെ ഓൾറെഡി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, സിനിമാറ്റോഗ്രഫി ടീമുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് വേറെ വർക്ക് ചെയ്യാനായിട്ട് അതായത് എനിക്ക് പേയ്മെൻറ്റ് തന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. അപ്പം ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാൻ ചുമ്മാ പോവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ക്യാമറ ഉണ്ടായിരുന്നു, ഒരു പ്രൊഫഷണൽ ക്യാമറ അല്ല, സെമി പ്രൊഫഷണൽ ക്യാമറ. അപ്പോൾ അതിൽ ഞാൻ ലൊക്കേഷൻ ഫോട്ടോസ് എടുക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ആ സിനിമയുടെ ഒഫീഷ്യൽ ക്യാമറ സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളിയുടെ പ്രൊഫഷൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു ഈ പറഞ്ഞ സമയവും എനിക്ക് ആ വർക്ക് എടുക്കാൻ പറ്റും എന്ന് തോന്നാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് സമയം ഇൻ ബിറ്റ്വീൻ ഉണ്ട് ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാനിങ്ങനെ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതിൽ എനിക്ക് നോക്കിയപ്പോൾ സിനിമാറ്റോഗ്രാഫർ എടുത്താലും ഈ പറഞ്ഞ ഡയറക്ഷൻ എടുത്താലും ഒക്കെ എനിക്ക് കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ഷോർട്ട് ടൈം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത സിനിമ വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഏർണിങ്ങും എനിക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടുമെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ എന്നാൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചൂസ് ചെയ്യാം എന്നിട്ട് പുള്ളിയായിട്ട് സംസാരിച്ചതിൻ്റെ ഇതിൽ ഞാൻ പിന്നൊരു സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു 4 സിനിമ വർക്ക് ചെയ്തിട്ടാണ് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഓക്കെ, സ്റ്റിൽ ഫോട്ടോഗ്രാഫിനൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ഒരു സിനിമ പിക്സ് ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യത്തെ സിനിമ വരുന്നത് ഈ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ കണക്ഷൻ വെച്ചിട്ട് തന്നെയാണ്. അറിയുന്ന കുറേ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഈ 4 സിനിമ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനകത്ത് എനിക്ക് ഉണ്ടായ പരിചയത്തിൽ അവർ വഴി, അവരുടെ കോണ്ടാക്റ്റ് വഴി ഒരു സിനിമ വന്നു. അത് കുറേ നമ്മൾ ഒരുപാട് പേരെ ആൾക്കാരെ പോയി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഫ്രണ്ടിൻ്റെ കോണ്ടാക്റ്റ് വഴി കിട്ടിയതാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ വർക്ക് കണ്ടിട്ടും പിന്നെ 2 നമ്മൾ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇവർ സജസ്റ്റ് ചെയ്തിട്ട് അടുത്തടുത്ത വർക്കിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ കൺട്രോളേഴ്സ് വഴിയും ഡയറക്ടേഴ്സ് വഴിയും ഒക്കെ അടുത്തടുത്ത് ഓരോ സിനിമ വന്നു. പിന്നെ ആ കോണ്ടാക്റ്റ് നമുക്കിനി വലുതായിക്കൊണ്ടിരിക്കും. ഓരോ സിനിമ കഴിയുമ്പോഴും ആ സിനിമയിൽ നമുക്കൊരു 5-6 പേരെ പുതിയ കോണ്ടാക്റ്റ് കിട്ടും. അപ്പോൾ അവർ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വർക്ക് നല്ലതാണ്, നമ്മുടെ ഒരു ബിഹേവിയർ സെറ്റിൽ എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ട് അവർ നമ്മളെ അടുത്ത സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ 1 by 1 ഇപ്പോൾ 10-15 സിനിമയായി. ഓക്കെ, മൂവി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ചിലവരൊക്കെ ഫാമിലി അധികം അവർ ഇതിനൊരു അവസരം കൊടുക്കില്ല. സോ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നോ? വീട്ടിലൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ എൻ്റെ കരിയർ ഇതാണെന്ന് ഞാൻ ചൂസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വർക്ക് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അവരും ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ 4-5 സിനിമ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു സിനിമ കിട്ടി. ആ സിനിമയ്ക്ക് നമുക്കൊരു ലേബിൾ വരുമല്ലോ, ഇങ്ങനെ പോസ്റ്ററിലൊക്കെ നമ്മുടെ പേര് വരുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർക്കും ഓക്കെ
കുഴപ്പമില്ലാണ്ട് ചെയ്യുമായിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറേ ഗ്യാപ്പുണ്ട്. ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത ഉടനെ സിനിമ വരില്ല. ആ സിനിമ കഴിഞ്ഞ് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവർക്കും കൺസേൺ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു സിനിമയാണ്. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യും, അതിനുള്ള ഏർണിങ് എന്ത് ചെയ്യും. പക്ഷെ ആ സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് സിനിമ വരും എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ ഒരു 3-4 സിനിമ എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുമ്പത്തിനെക്കാട്ടിലും സമയം കുറഞ്ഞു തുടങ്ങി. സിനിമകൾ ഒരു മാസം ഗ്യാപ്പിനകത്തൊക്കെ തന്നെ അടുത്ത സിനിമ വരും. പിന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടായില്ല, അങ്ങനെ കണ്ടിന്യൂസ് സിനിമ ഉള്ളതുകൊണ്ട്. ഇപ്പം നന്ദിച്ചേട്ടൻ ചെയ്ത സിനിമയിൽ കുറേ മൂവീസിൽ മാർക്കോ എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ ഒരു സ്റ്റിൽ പോസ്റ്റ് ഭയങ്കര ഹിറ്റായിരുന്നു. സോ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവി സ്റ്റിൽ പോസ്റ്റ് ഹിറ്റാവും എന്നുള്ളൊരു കാര്യം? ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് അറിയായിരുന്നു ആ സമയത്ത് തന്നെ. കാരണം നമ്മൾ ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഔട്ട് നമ്മൾ ആദ്യമേ കാണും. പുറത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ആ പോസ്റ്റേഴ്സിൻ്റെ ഒരു ഔട്ട് നമ്മൾ കാണും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഈ സിനിമ എത്രത്തോളം ഹിറ്റാവും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ പോസ്റ്റേഴ്സ് കുറച്ചും കൂടെ നമ്മൾ ഇതുവരെ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ മാർക്കോയ്ക്ക് ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രീ ഹൈപ്പ് ഓൾറെഡി സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഈ പറഞ്ഞ പോലെ എല്ലാം ഇപ്പോൾ ആ പടത്തിൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 70% എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റേഴ്സ് വെച്ചിട്ട്. അപ്പോൾ എല്ലാ പോസ്റ്റേഴ്സും അതിനു വേണ്ടി തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് ഒരു 6 പോസ്റ്റർ അതിനു വേണ്ടി. യൂഷ്വലി ഒരു മെയിനായിട്ടുള്ള പടത്തിനൊരു 5-6 പോസ്റ്ററായിരിക്കും മെയിൻ പോസ്റ്റേഴ്സായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തിയേറ്റർ റണ്ണിൻ്റെ ബാക്കി അഡീഷണൽ എത്ര ദിവസം പോകുന്നു എന്നൊക്കെ ഉള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും പിന്നെ വരുന്നത്. മാർക്കോയ്ക്ക് പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെയൊക്കെ എല്ലാ പോസ്റ്ററും ഭയങ്കര പ്രീ ഡിസൈൻഡ് ആയിട്ട് ഇങ്ങനെ തന്നെ വേണം എന്ന് വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത പോസ്റ്റേഴ്സ് തന്നെ. ഇപ്പം ഓരോ ഫോട്ടോയും അതിനു വേണ്ടി എടുത്തിട്ടുള്ള അങ്ങനെ തന്നെയാണ്. ഓരോരോ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ പറഞ്ഞ വാള്, തോക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഓൾറെഡി നമുക്കറിയായിരുന്നു എന്തായാലും ഒരു അറ്റൻഷൻ ആ പോസ്റ്റേഴ്സിന് വരും എന്നുള്ളത് അറിയായിരുന്നു. ഓക്കെ. ഇപ്പം നന്ദിച്ചേട്ടൻ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഈ ഒരു ഫീൽഡ് ഇപ്പം ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ഇതിലോട്ട് സ്കോപ്പ് ഉണ്ടോ? അത് ഇപ്പം ഒരാളുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ഇപ്പം സിനിമയിൽ വർക്ക്, ഇപ്പം ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ എനിക്ക് സിനിമ പഠിക്കുക, എനിക്ക് സിനിമയിൽ കുറച്ച് കോൺടാക്ട്സ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. എനിക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിനേക്കാൾ എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യണം, അതേസമയം എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, അതേപോലെ തന്നെ എനിക്ക് ബാക്കി ഒരു ടെക്നിക്കൽ സൈഡ് പഠിക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വലിയ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് അവിടെ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോട്ടോഗ്രാഫി മാത്രം ചൂസ് ചെയ്ത് വരുന്ന ആൾക്ക് ചിലപ്പോൾ ആ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ കുറേ കൂടെ ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെറുതെ ഒരു സിനിമ ഫാൻറ്റസി മാത്രമായിട്ട് വന്നാൽ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല സിനിമ പ്രൊഫഷൻ. ബിക്കോസ് ഈ പറഞ്ഞ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഒരു സിനിമ കഴിഞ്ഞ് ഒരു സിനിമ നമുക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പം, അത് കഴിഞ്ഞ് അടുത്ത സിനിമകൾ വരാനാണ് നമ്മുടെ ഈ പറഞ്ഞ എഫേർട്ട് മൊത്തം വേണ്ടത്. നമ്മുടെ ഔട്ട്പുട്ടും നമ്മുടെ ഈ പറയുന്ന പോലെ കോണ്ടാക്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന്. അപ്പോൾ ആദ്യത്തെ സിനിമ കിട്ടി പിന്നെ ഒരു ഗ്യാപ്പ് ഇത്രയും സമയം എടുക്കും എന്നുള്ളതിൽ നമ്മൾ ഒന്ന് പേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കരിയർ കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. അതല്ലാണ്ടാണെങ്കിൽ ഫോട്ടോഗ്രാഫി മാത്രം ഭയങ്കര ഇഷ്ടപ്പെടുന്ന സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിലൊക്കെ അതിൽ നല്ല സ്കോപ്പൊക്കെ ഉണ്ട് ഇപ്പോഴും. ഫസ്റ്റ് പറഞ്ഞല്ലോ, അപ്പം ഫസ്റ്റ് മൂവി ആയിരുന്നു ഈ ഒരു തൊണ്ടി മുതൽ ദൃക്സാക്ഷി എന്ന് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് ആളുകൾ തന്നെ മെയിൻ ക്യാരക്ടേഴ്സാണ്. അതായത് നമ്മുടെ ഈ ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും രാജീവ് രവിയും പിന്നെ മെയിൻ ആക്ടേഴ്സായ ഫഹദ് ഫാസിൽ, സുരാജ് വെഞ്ഞാറുമൂട്. അപ്പം ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എനിക്ക് തൊണ്ടുമുതലും ദൃക്സാക്ഷിയും വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് സിനിമ ഇതാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പം എന്നോട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടാണ് ആ സിനിമ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറിനെ വിളിക്കുന്നുണ്ടായിരുന്നു പടം തുടങ്ങുന്നതിന് മുന്നേ. അപ്പം ഈ പറഞ്ഞ പോലെ കോണ്ടാക്റ്റ് കിട്ടുന്നില്ല, പുള്ളി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു 1-2 ആഴ്ച പോയി, കോണ്ടാക്ട് ചെയ്തിട്ടും പുള്ളി എടുക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഇതിൻ്റെ കോൾ വരുന്നത് ഈ സിനിമയുടെ തലേ ദിവസം വൈകിട്ടാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ നാളെ സിനിമ സ്റ്റാർട്ട് ചെയ്യുകയാണ്, എൻ്റെ അടുത്ത് വൈക്കത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല ഇത് ഏത് സിനിമയാണെന്നുള്ളത്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഏത് സിനിമയാണെന്നുള്ളത്. ഇങ്ങനെ ഒരു പടം ഉണ്ട്, അത് എന്താണെന്ന് പറഞ്ഞില്ല, ആരാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ ടെക്നീഷ്യൻസ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ശരി, ഇപ്പം എനിക്കും കൃത്യമായിട്ടുള്ള ധാരണയില്ല അത് എന്നെ വിളിക്കുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് തന്നെയാണോ അതോ ഇനി അസിസ്റ്റൻ്റായിട്ട് വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ പോയി അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പം അങ്ങനെ ഫസ്റ്റ് അവിടെ ബൈക്കത്ത് അമ്പലത്തിൻ്റെ അവിടെയാണ് ആദ്യത്തെ ഷൂട്ട്, പൂജ പോലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് ഫസ്റ്റ് ദിലീഷ് പോത്തൻ വരുന്നത്. അപ്പോൾ ഞാൻ ദിലീഷ് പോത്തൻ
കുഴപ്പമില്ല, നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് രാജുവേട്ടനെ കണ്ടു. ഇപ്പോൾ രാജുവേട്ടനും നമുക്കറിയാം, ക്യാമറാമാൻ എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ടറിയാം. അത് കഴിഞ്ഞിട്ട് ശ്യാം പുഷ്കറിനെ കണ്ടു. അപ്പം ഞാനിങ്ങനെ നിൽക്കുന്നു. പിന്നെ പ്രൊഡ്യൂസർ വന്നു, സന്ദീപ് സേനൻ വന്നു. സന്ദീപ് ഏട്ടൻ വന്നപ്പോൾ സന്ദീപ് ഏട്ടൻ പറഞ്ഞ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു, നീ ചെയ്യുക, ആദ്യത്തെ പടമാണ്. അപ്പം ഞാൻ ഓക്കെ. അപ്പോഴും എനിക്കറിയില്ല ഇവർ ഏത് സിനിമയാണെന്നുള്ളത്, കാരണം അവിടെ ആർട്ടിസ്റ്റ് വേറെ ആൾക്കാരും വന്നിട്ടില്ല, നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിമിഷം പുതിയ ആളായതുകൊണ്ട് നമുക്ക് പരിചയമില്ല. അപ്പം എനിക്ക് എന്ന് വെച്ചാൽ ഏതോ ചെറിയ സിനിമയാണ്, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, ദിലീഷ് പോത്തിനൊക്കെ അഭിനയിക്കുന്നതാണോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. അപ്പോഴാണ് ഇവർ ക്ലാപ്പ് ബോർഡ് എടുത്തത്. ക്ലാപ്പ് ബോർഡിൽ ഓൾറെഡി ഈ പേരുണ്ടായിരുന്നു, തൊണ്ടിമുതൽ ദൃക്സാക്ഷി എന്നുള്ള. അപ്പോഴാണ് ഓക്കെ, ഞാൻ അതാണ് സിനിമ എന്ന് വെച്ചാൽ. കാരണം ഞാൻ അതിന് മുന്നേ, തൊണ്ടിമുതൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ദിലീഷേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ സിനിമകൾ അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദിലീഷേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞു, എനിക്ക് ഓൾറെഡി എനിക്ക് ടീമുണ്ട്, ഇപ്പോൾ ഫോട്ടോഗ്രാഫറുണ്ട്, അപ്പോൾ ഈ പടത്തിലില്ല, വേറെ ഏതെങ്കിലും പടത്തിൽ നോക്കാം. അപ്പം എൻ്റെ ചിന്തയിൽ ഒട്ടും വരുന്നില്ല ഇത് തൊണ്ടിമുതലാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പം ക്ലാപ്പ് ബോർഡ് കണ്ടപ്പോഴാണ് ഇത് തൊണ്ടിമുതൽ ദൃക്സാക്ഷിയാണെന്നുള്ളത്. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. ഇപ്പം അവരുടെ ടീം ഭയങ്കര നല്ലത്. ദിലീഷ് ചേട്ടനാണെങ്കിലും ശ്യാംപേട്ടനാണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സജഷൻ നമുക്ക് അങ്ങോട്ടുണ്ട്, നീ ഇങ്ങനൊരു സാധനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർ പറയുന്ന കാര്യം ഭയങ്കര സെൻസിബിൾ ആണെങ്കിൽ അവരത് എടുക്കും, നമുക്ക് അത് ചെയ്ത് നോക്കാം എന്നുള്ള സാധനം പറയും. പിന്നെ എനിക്ക് ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് ഇവരാരും ഭയങ്കര ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്താണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള അത്ര കോൺഷ്യസ് ഒന്നുമല്ല. അവരങ്ങനെ ചുമ്മാ ചോദിക്കൂല എന്താ എടുക്കുന്നത് ഏതാ എടുക്കുന്നുള്ള. ഇവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി നമ്മൾ യൂഷ്വലി വർക്ക് ചെയ്യുന്ന പോലെ ഞാൻ ഫോട്ടോ എടുത്തെടുത്തെടുത്ത് പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിക്കും കാണണമെന്നുള്ളത് ചോദിക്കും. പക്ഷേ ഇവരാരും അങ്ങനെ എന്താ ഫോട്ടോ കാണണം എന്നുള്ള അത്ര വലിയ നിർബന്ധമൊന്നും ഇവർക്ക് ആർക്കുമില്ല. ഇടയ്ക്ക് എനിക്കൊന്ന് ശ്യാം പുഷ്കരൻ മാത്രമാണ് ഇടയ്ക്കൊന്ന് ഫോട്ടോ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും ലാസ്റ്റ് സിനിമ തീരുന്നതിൻ്റെ ഒരു 2-3 ഡേയ്സ് അല്ല, ഒരു 1 വീക്ക് മുമ്പാണ് രാജുവേട്ടനും ദിലീഷ് ചേട്ടനും ഫോട്ടോസ് കാണുന്നത്. അപ്പം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരി. ടെൻഷൻ ഇല്ലായിരുന്നു അപ്പം? ടെൻഷനൊന്നും ഇല്ലായിരുന്നു, ടെൻഷൻ അടിക്കണം. ഇല്ല, അപ്പൊ ആദ്യം പറഞ്ഞു കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്കിപ്പം ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് ഒരു ഹോപ്പ് നഷ്ടപ്പെടാൻ നമുക്ക് ഇനിയിപ്പം ചാൻസ് കിട്ടുമോ കിട്ടില്ല ഒരു ടെൻഷൻ കാണില്ലായിരുന്നോ? ഇല്ല, അത് ഇപ്പം നമ്മൾ എനിവേ ആരുടെ പടമാണെങ്കിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ദിലീഷേട്ടനാണെങ്കിൽ ദിലീഷേട്ടൻ്റെ, അല്ലെങ്കിൽ വേറെ. അപ്പം ആ സമയത്ത് നമ്മൾ ഒരുപാട് പേരെടുത്ത് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമൽ നീരദിനോട് ചോദിച്ചിട്ടുണ്ട്, ഡയറക്ടർ ലാലിനോട് ചോദിച്ചിട്ടുണ്ട്, ഒട്ടുമിക്ക പ്രിയദർശനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആരുടെയൊക്കെ ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈലബിൾ ആണ്, നമുക്കൊരു വർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കിട്ടിയാലും ഓക്കെയാണ്. അപ്പോൾ ദിലീഷേട്ടനോട് ചോദിച്ചപ്പോൾ ദിലീഷേട്ടൻ ഓൾറെഡി ഇല്ല എന്ന് പറഞ്ഞു. ഓൾറെഡി പുള്ളിക്ക് ഓൾറെഡി ബിജിത് ധർമ്മൺ എന്നിട്ടൊരു ഫോട്ടോഗ്രാഫറാണ് ആദ്യത്തെ സിനിമ ചെയ്തത്. അപ്പോൾ പുള്ളി തന്നെ ആയിരിക്കും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഇത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതില്ല. നെക്സ്റ്റ് അടുത്ത പടം ഏതാണെന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന് ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാ? അല്ല, പ്രിപ്പറേഷൻ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു സിനിമ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം കൺട്രോളറുടേന്നോ അല്ലെങ്കിൽ നമ്മൾ പരിചയത്തിലുള്ളൊരു ഡയറക്ടറുടേന്നോ ആയിരിക്കും നമുക്കൊരു സിനിമ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഇങ്ങനെ ഈ സിനിമയെ നമുക്ക് ചെയ്യുള്ളൂ എന്നുള്ള ഓപ്ഷനൊന്നും നമുക്കില്ല. നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു സിനിമയെ അടുത്ത സിനിമ പിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഈ സ്ക്രിപ്റ്റ് വായിക്കും. പടത്തിന് അവർ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിനോപ്സിസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ സിനോപ്സിസ് വായിക്കും. അത് വായിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഈ പടത്തിനകത്ത് എങ്ങനത്തെ പോസ്റ്റേഴ്സ് ആയിരിക്കും നല്ലതെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവും. അത് സ്ക്രിപ്റ്റ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിനകത്ത് ചില പോർഷൻസ് നമ്മൾ മാർക്ക് ചെയ്യും, ഇന്ന ഏരിയാസ് നമുക്ക് ഒരു പോസ്റ്ററിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് ഡയറക്ടറായിട്ട് ഫസ്റ്റ് നമ്മൾ സംസാരിക്കും. ഡയറക്ടറായിട്ട് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ ഡയറക്ടറിന് കുറേ ഐഡിയാസ് ഉണ്ടാവുമല്ലോ, എങ്ങനെ വേണം, ഏത് രീതിയിൽ നമുക്കിത് പോസ്റ്റേഴ്സ് വേണം എന്നുള്ള പുള്ളിയുടെ ഒരു ഐഡിയ ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ ക്ലബ് ചെയ്യും. അപ്പോൾ എൻ്റെ ഐഡിയാസ് പുള്ളിയുടെ അടുത്തും പറയും, പുള്ളിയുടെ ഐഡിയാസ് എൻ്റെ അടുത്തുണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈനറുമായിട്ട് സംസാരിക്കും. അപ്പോൾ ഓൾറെഡി ഡിസൈനറുമായിട്ട് ഡയറക്ടർ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിയുടെ ആ ഐഡിയ പുള്ളി ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും. പുള്ളിയുടെ കുറച്ച് റെഫറൻസും കാര്യങ്ങളായിട്ട് നമുക്ക് തരും. ഇങ്ങനെയാണ് പുള്ളി വിചാരിക്കുന്നത്, ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് പോവാം. ഇത്രയും പ്ലാൻ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഷൂട്ടിലേക്ക് എൻട്രി. അപ്പോൾ നമുക്കറിയാം എങ്ങനത്തെ സീൻസിലേക്ക് നമ്മൾ ഫോട്ടോ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും. എല്ലാ സീനും നമുക്ക് ഫോട്ടോ എടുക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പോസ്റ്റേഴ്സ് അല്ലാണ്ട് നമ്മൾ ആക്ഷൻ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വർക്കിംഗ് സ്റ്റിൽസ് എടുത്ത് കൊടുക്കും. അപ്പോൾ അത് രണ്ടും നമ്മളിങ്ങനെ പാരലി ഷൂട്ടിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കും. വർക്കിംഗ് സ്റ്റിൽസ് നടക്കും, നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസും എടുക്കും. പ്ലസ് പോസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചില സീനുകൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ അത് ഒന്നുകൂടി റീഷൂട്ട് ചെയ്യണമെങ്കിൽ റീഷൂട്ട് ചെയ്യും. ചിലപ്പോൾ സീനിൻ്റെ ഇടയിൽ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഫോട്ടോ ആണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യും.
പിന്നെ അഡീഷണൽ പിന്നെ വരുന്നത് ഇപ്പം ക്യാമറാമാനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചില സീനുകളൊക്കെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന ഭയങ്കര നന്നായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ഫോട്ടോഗ്രാഫിക്കലി ഭയങ്കര നല്ലതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതും നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെ ഇതെല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾ ഡെയിലി ഫോൾഡേഴ്സ് ആക്കി ഇടും. ഓരോ ഡേയിൽ നമ്മളിങ്ങനെ ഓരോ ഫോൾഡേഴ്സ് ആക്കി ഇട്ടിട്ട് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തൊരു സെപ്പറേറ്റ് ഫോൾഡറിലേക്ക് നമ്മൾ മാറ്റും. ഇതായിരിക്കും നമ്മൾ ഡിസൈനർക്ക് കൊടുക്കുന്നത്. ഈ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പോലെ ഡിസൈൻ എങ്ങനെ വേണം ഏത് വേണം. പിന്നെ അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അവർ നമ്മൾ പറയും ഇങ്ങനത്തെ അഡീഷണൽ കുറച്ച് ഫോട്ടോസ് വേണം എന്നുള്ളത്. അതും കൂടെ നമ്മൾ എടുത്തിട്ട് പിന്നെ ഡിസൈനറിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആ ബാക്കി ഫോട്ടോസ് വെച്ച് ചെയ്യുന്ന എല്ലാം പുള്ളിയുടെ കയ്യിലായിരിക്കും. എനിക്ക് ഷൂട്ട് തീരുന്ന ദിവസത്തോടുകൂടി എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ അഡീഷണൽ പിന്നെ അതിനകത്ത് ഫോട്ടോഷൂട്ട് എന്തെങ്കിലും അഡീഷണൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ അപ്പം സോർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്? ഡെയിലി എടുക്കുന്ന ഡെയിലി സോർട്ട് ചെയ്യും. ഡെയിലി ഈ പറഞ്ഞ ഫോൾഡർ ടു ഫോൾഡർ ഒരു 18 GB മുകളിലുണ്ടാവും ഒരു ദിവസത്തെ ഫോട്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഹാർഡ് ഡിസ്കിനകത്തൊക്കെ സേവ് ചെയ്യും. ആ സേവ് ചെയ്തിട്ട് ആ ഹാർഡ് ഡിസ്ക് ആയിരിക്കും ഡിസൈനറുടെ നമ്മൾ കൊടുക്കുന്നത്. അവരത് നോക്കിയിട്ട് പിന്നെ അഡീഷണൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സിനിമ തീരുന്നതിന് മുമ്പ് നമ്മളിത് പറയും. ഇങ്ങനെ നമുക്ക് കുറച്ച് 1-2 ഫോട്ടോസും കൂടെ നമുക്ക് ഈ ലുക്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആംഗിളുകളിൽ അവർക്ക് ഇപ്പം പോസ്റ്ററിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗിളിൽ നമ്മുടെ ഒരു ഫോട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമ്മളിത് പറയും ഇങ്ങനെ ഒരു ഫോട്ടോ കൂടെ വേണമെന്നുള്ളത്. അത് നമ്മൾ ഇപ്പോൾ എഡിറ്റേഴ്സിന്റെ കൂടെ നിന്നായിരിക്കും അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇല്ല, ഡിസൈനേഴ്സ് ഇൻ ബിറ്റ്വീൻ വരും. ഫസ്റ്റ് ഒരു ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് അവർ വരും. വന്നിട്ട് നമ്മൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും അവരുമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ വരും. പിന്നെ ഏറ്റവും സിനിമ തീരുന്ന സമയത്ത് ചിലപ്പോൾ വരും. ഇല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇതുവരെ എടുത്ത ഫോട്ടോസിൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ പോസ്റ്റായിട്ട് വരാതിരുന്നിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട ഫോട്ടോ പോസ്റ്ററായിട്ട് വരാത്തതല്ല. ഇപ്പോൾ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിത് ഞാൻ പറഞ്ഞത് ഇവർ ചെക്ക് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഏറ്റവും ലാസ്റ്റിലേക്കാണ് ഫോട്ടോസ് ഫുള്ളായിട്ട് കാണുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ബേസിക് കളർ കറക്ഷൻ ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചത് ഇന്ന ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്ററായിട്ട് വരാൻ സാധ്യതയുള്ളതെന്നുള്ള നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ഈ മൊമെൻറ്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരാൻ. അപ്പം അതല്ല ഫസ്റ്റ് വന്നത് വേറൊരു ഫോട്ടോ. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അതായിരിക്കും അവർ ചൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ സംഭവിക്കും ചില സമയത്ത്. ബാക്കി ഒട്ടുമിക്ക സിനിമയൊക്കെ നമുക്കറിയുന്ന നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോയ്ക്കകത്ത് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും നാളൊരു കരിയറിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന്റെ ഒരു സൈഡിൽ നിന്നുള്ള സ്ട്രഗിൾ എന്തായിരുന്നു? മെയിൻ സ്ട്രഗിൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സിനിമയിലേക്ക് കയറാനുള്ളൊരു സമയമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ എങ്ങനെ പോലെ ഒരു 1.5 മാസം ഗ്യാപ്പ് നമ്മുടെ ഉണ്ടാവും. ഇപ്പം ചില സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഒരു സിനിമ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ടൈമിൽ കറക്റ്റ് ആ ഡേറ്റിൽ തുടങ്ങില്ല. ആ സിനിമയിൽ നിന്ന് എങ്ങനെ പറഞ്ഞാൽ അതിപ്പോൾ ഒരു ചിലപ്പോൾ 10 days 20 days ചിലപ്പോൾ 1 month ഒക്കെ അങ്ങോട്ട് ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ചിലപ്പോൾ നമ്മളൊരു സിനിമ കഴിഞ്ഞിട്ട് നിന്ന് ഓക്കെ ഇത്ര ദിവസത്തിനകത്ത് അടുത്ത സിനിമയിൽ കയറാമെന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് തന്നെയാണ്. അപ്പോൾ ആ സമയങ്ങളിലാണ് നമുക്ക് മെയിനായിട്ടുള്ള സ്ട്രഗിൾ വരും. നമുക്ക് ആ സമയത്ത് അഡീഷണൽ വേറെ വർക്കുകൾ വന്നില്ലെങ്കിൽ വേറെ ഷൂട്ടുകളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടാകും. പിന്നെ ചില സമയത്ത് പേയ്മെൻറ്റ്സ് വരാനുള്ള ഡിലേ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സ്ട്രഗിൾസ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ സോർട്ട് ചെയ്യും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ സംസാരിച്ച് അതൊക്കെ അവരായിട്ട് ഡീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് മെയിൻ സ്ട്രഗിൾസ്. പിന്നെ അല്ലാതെ വേറെ വലിയ സ്ട്രഗിളൊന്നും വരില്ല. ഈ പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഗ്യാപ്പിൽ വേറെ പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനത്തെ പ്ലാൻ നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അടുത്ത ഈ മാസത്തിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങും എന്നുള്ളതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർ ആയിരിക്കും. ഒരു 1 month അടുത്ത ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ വേറെ വലിയ വർക്കൊന്നും എടുക്കില്ല. കാരണം അറ്റേ നമുക്ക് 2 സിനിമ എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഡേറ്റ് മാറിപ്പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഇൻ ബിറ്റ്വീൻ മാനേജ് ചെയ്യാൻ ഈ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ ആഡ് അങ്ങനെ എന്തെങ്കിലും ചെറിയ വർക്കുകൾ വരികയാണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോകും. അപ്പോൾ അതൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഒരു 1 month അല്ലെങ്കിൽ 2 month നമ്മൾ സഫർ ചെയ്ത് തന്നെ പോകണം. ഓക്കെ. അപ്പോൾ ഈ വർക്ക് ബേസ് വരുമ്പോൾ ഇപ്പം എല്ലാ ആക്ടേഴ്സും ഇപ്പം നമ്മളോട് കോർപ്പറേറ്റ് ചെയ്യണമെന്നില്ല. സോ ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പം എങ്ങനെയായിരുന്നു? ഇല്ല, ആക്ടേഴ്സ് അവർ ഒട്ടുമിക്ക ആൾക്കാരും കോപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ ചില സമയത്ത് അവർ ഒരു ക്യാരക്ടറായിട്ടൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂനകത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളുമായിട്ട് ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ വരാൻ അവർക്കൊരു ചെറിയ ഡിഫിക്കൽട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ലാത്ത എല്ലാ സമയത്തും ഒരു വിളിച്ചാൽ നമ്മൾ പറയുന്നൊരു കാര്യം സെൻസിബിളാണ്, നമ്മൾ ഈ പറയുന്ന സാധനം വർക്കൗട്ട് ആവും, ഈ ഫോട്ടോ എടുത്താൽ നല്ലതായിരിക്കും അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവർ വരും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആരായിരുന്നു അപ്പം?
എല്ലാവരും ഫ്രണ്ട്ലി. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ അടുത്ത് ഭയങ്കരമായിട്ട് അറിയുന്നതും ആസിഫിനെയും അർജുൻ അശോകിനെയൊക്കെയാണ് കുറച്ചും കൂടെ. പല ആക്ടേഴ്സായിട്ടും ലൈക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരൊരു ഇൻപുട്ട് എങ്ങനെയാണ് വർക്കിൽ? അവർ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നൊരു ഐഡിയ അവർക്ക് ഭയങ്കര സെൻസിബിളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരത് ഒന്നും കൂടെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കും. ഇപ്പോൾ ചില സമയത്ത് സീൻ അവർ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ വേറെ എന്തെങ്കിലും ഡയറക്ടറായിട്ടൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു കോൺവെർസേഷൻ നിൽക്കുന്ന സമയത്തായിരിക്കും അവർക്ക് അതിനകത്തേക്ക് ആ ഫോട്ടോ എടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒരു ഐഡിയ പറയും, നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്യണം, അപ്പോൾ ഷോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടി കുറച്ച് നേരം വേണമെന്ന് പറഞ്ഞാൽ അവർ അതിനകത്തേക്ക് വരും. പിന്നെ ഇപ്പം ചില ലുക്കുകൾ അവർക്കറിയാം അവർ ഏത് പൊസിഷനിൽ നിന്നാൽ അത് കുറച്ചും കൂടെ നന്നാവും എന്നുള്ളത്. അങ്ങനെയുള്ള സാധനങ്ങൾ അവർ പറയും. നമുക്ക് ഈ ആംഗിൾ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് പറഞ്ഞെങ്കിൽ അവർ തിരിച്ച് പറയും നമുക്ക് ഇതിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സജഷൻസ് വരും. ഇപ്പോൾ മാർക്കോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഉണ്ണി ഒരുപാട് ഇൻപുട്സ് വരുമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ക്യാരക്ടർ ഫോട്ടോസ് അല്ലാണ്ട് ഉണ്ണിക്ക് ഭയങ്കര ആവശ്യമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കുറേ, വാള്, തോക്ക്, ഈ പറഞ്ഞ പോലെ മരം വെച്ച് മുറിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഫോട്ടോസ്, ആ എക്യുപ്മെൻറ്റ്സിൻ്റെ ഫോട്ടോസ് വേണമെന്നുള്ളത് ഉണ്ണിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഇൻപുട്ട് തരുന്നത് ഉണ്ണിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടെ ഷൂട്ട് ചെയ്ത് വെക്കാം, നമുക്ക് മെയിൻ ഈ ആർട്ടിസ്റ്റ് ഫോട്ടോ അല്ലാണ്ടും കുറേ സാധനങ്ങൾ വേണം എന്നുള്ളതൊക്കെ തന്നത് ഉണ്ണിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഇൻപുട്ട് തരാനുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അവരിത് ആദ്യമേ പറയും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനം എടുത്ത് വെക്കാം. അപ്പം അങ്ങനെയാണ് ആർട്ടിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് മിറാഷ് എന്ന് പറഞ്ഞ മൂവി. അപ്പം അതിൽ ജിത്തു ജോസഫും ആസിഫിലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നോ? സാറുമായിട്ട് ഫസ്റ്റ് സിനിമ, സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണ്. അത് ഞാൻ സാറിനോട് വർക്ക് ചെയ്യുന്നത് മിറാഷ് ആദ്യം. അതിന് മുമ്പ് സാറ് പ്രസൻറ്റ് ചെയ്ത സിനിമയാണ് ലെവൽ ക്രോസ്. അതിലും ആസിഫ് അലി തന്നെയായിരുന്നു. അപ്പോൾ സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പം ഉള്ളത്, സാറ് ഭയങ്കര നമുക്കൊരു വലിയ സ്പേസ് തരും, നമുക്ക് നമ്മുടെ ഐഡിയാസ് പിച്ച് ചെയ്യാനും നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ സാറിന് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ സാർ ഒരു റെഫറൻസ് നമുക്ക് തരില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പോസ്റ്റർ വേണം എന്നൊന്നുമില്ല. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. സാറ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാറിന് ആ പോസ്റ്ററിൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ആവണം എന്നുള്ളതായിരിക്കും പറയുന്നത്. ഇപ്പോൾ സാറ് മിറാഷിൻ്റെ പോസ്റ്റേഴ്സിൻ്റെ സമയത്ത് പറഞ്ഞത്, എനിക്ക് പോസ്റ്റർ കാണുമ്പോൾ ഒരു ടെൻഷൻ ഫീൽ ചെയ്യണം, അത് മാത്രമാണ് എൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം ഏത് രീതിയിലാണ് ഫോട്ടോസ് വരണം എന്നുള്ളത്. അപ്പോൾ പുള്ളി മീൻ ചെയ്യുന്ന ആ ഒരു ടെൻഷൻ മീറ്റ് ചെയ്യുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ചില. അപ്പോൾ നമുക്ക് വേറെ റെഫറൻസ്, വേറെ പോസ്റ്റേഴ്സ് നോക്കിയിട്ട് അതുപോലത്തെ പോസ്റ്റേഴ്സിന് വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു മൂവി ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പം മെയിൻ വെതർ ഇഷ്യൂസ് ഒക്കെയാണ് നമുക്കുണ്ടാകുന്ന ബേസിക് ചലഞ്ചസ്. ബാക്കി ചലഞ്ചസും നമ്മളെ ബാധിക്കുന്ന അങ്ങനെ വലിയ കാര്യങ്ങളല്ല. ഇപ്പോൾ മഴ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാകും. നമുക്ക് ഈ പറഞ്ഞാൽ നമ്മുടെ ഗിയറുകളെല്ലാം കവർ ചെയ്യണം, ബാക്കി നമ്മുടെ എക്യുപ്മെൻറ്റ്സ് സാധനങ്ങൾ സേഫ് ആക്കണം. പിന്നെ നമുക്ക് ഇപ്പം ആർട്ടിഫിഷ്യൽ റെയിൻ ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുക, നമ്മൾ നാച്ചുറൽ റെയിൻ ഷൂട്ട് ചെയ്യാറില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ റെയിൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് ആക്കുക എന്ന് പറയുന്നതാണ് നമുക്കുണ്ടാകുന്നൊരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാത്ത സ്ഥലങ്ങളുണ്ടാവില്ല. ഇപ്പം ബേസിക് നമുക്ക് ഈ പറയുന്ന പോലെ കേരളത്തിലേക്ക് എവിടെയെങ്കിലാണ് നമുക്കറിയാം ഇവിടെ മഴ പെയ്യുന്നത്, അതിൻ്റെ ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഓൾറെഡി പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ലെവൽ ക്രോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല അവിടെ എങ്ങനെയാണ് നമ്മൾ പോകുന്ന ടെറൈൻ എന്താണ്, ലൊക്കേഷൻ എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ വായിച്ചിട്ടേ ഉള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് നമ്മളിങ്ങനെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് വരും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ സാൻഡ് സ്റ്റോമാണ്. നമ്മൾ പോയ ആ സിനിമയ്ക്കകത്ത് കാണുന്ന കോട്ടേജിൻ്റെ പുറത്തിറങ്ങാൻ നമുക്ക് പറ്റില്ല. പുറത്തിറങ്ങി ഈ പറഞ്ഞ പോലെ കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാറ്റടിക്കും തോറും നമ്മുടെ ക്യാമറയ്ക്കകത്ത് മണ്ണ് കയറും, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ ഇറങ്ങി നിൽക്കാനോ ടെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക സമയം ഇതിനകത്ത് തന്നെ നിൽക്കണം. ആർട്ടിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും അതിനകത്ത് തന്നെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മളൊരു പോയിന്റിൽ ഇറങ്ങിയിട്ടായിരിക്കും നമുക്കൊരു സാധനം ഷൂട്ട് ചെയ്യണം. അപ്പോൾ സാൻഡ് സ്റ്റോമാണ്, നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു വലിയ സാൻഡ് സ്റ്റോം വരുന്നൊരു സമയം ഉണ്ടായിരുന്നു ലെവൽ ക്രോസിനകത്ത്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് ആ സമയത്ത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്യാമറ പുറത്തെടുത്താലും ക്യാമറയ്ക്ക് റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം. യൂഷ്വലി നമ്മുടെ മൂവി ക്യാമറ അങ്ങനത്തെ റിസ്ക് ഉള്ള സ്ഥലത്ത് എടുക്കുമ്പോഴത്തേക്കും എഴുതി കൊടുക്കണം, നമ്മൾ അതിൻ്റെ എല്ലാ റിസ്ക്കും നമ്മൾ ഏറ്റെടുക്കും എന്നുള്ള പ്രൊഡക്ഷൻ എഴുതി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് അതിനുള്ള സമയമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ സാൻഡ് സ്റ്റോം വന്നത് കാണാൻ വിഷ്വലി ഭയങ്കര ഭംഗിയായിരുന്നതുകൊണ്ട്
ഇറങ്ങി, ആസിഫ് ഇറങ്ങി, ഡയറക്ടർ എല്ലാവരും നമ്മൾ പുറത്തിറങ്ങി നമുക്ക് എന്നാൽ ചെയ്യാം കുഴപ്പമില്ല എന്നുള്ളതിൽ ഇറങ്ങി, അങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഷോട്ട് കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി. നമ്മുടെ എക്യുപ്മെൻറ്റ് എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് നമ്മൾ രണ്ടാമതായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ചലഞ്ചസ്. നമ്മൾ അങ്ങനത്തെ റിസ്ക് എടുക്കും ചില സമയത്ത്, ആ മഴ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അതൊക്കെ ഉള്ളു മെയിൻ. നമുക്ക് വരുന്നൊരു വലിയ ചലഞ്ച് അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ, അല്ലാതെ ബാക്കി ഇഷ്യൂസ് നമുക്ക് മാനേജബിൾ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നായിരുന്നോ? ലേറ്റസ്റ്റ് മാർക്കോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എന്താ ബ്ലഡ്, നമ്മൾ ആർട്ടിഫിഷ്യൽ ബ്ലഡാണ് ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ദേഹത്ത് ഒഴിക്കുന്നതും. അപ്പോൾ ഈ ഓരോ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എന്താ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത് നിൽക്കുന്ന മേക്കപ്പ് മാൻ ആയിരിക്കും ഇത് ഒഴിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്യാമറയിൽ വന്ന് വീഴുമായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഇങ്ങനെ വരുള്ളൂ നമുക്കറിയില്ല. അത് ആ ഷോട്ടിനനുസരിച്ച് ഒരാൾ വീശി എറിയും. ആ എറിയുന്ന സമയത്ത് ചിലപ്പോൾ അത് നമ്മുടെ ലെൻസിലായിരിക്കും വീഴുന്നത്. പിന്നെ അത് റിമൂവ് ചെയ്യണം, അതിൻ്റെ സ്റ്റെയിൻ വരാണ്ടിരിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് അതിനകത്തും ഉണ്ട്. ഇപ്പം എൻ്റെ ക്യാമറയുടെ ഒക്കെ ഓരോ ഡിജിറ്റൽ അതിൻ്റെ ഒരു റീഡിംഗ് ഉണ്ട്. ആ റീഡിംഗ് ഒക്കെ പോയത് മാർക്കോയുടെ ഷൂട്ടിനിടയിലാണ്. മഴയുടെ ഇടയിൽ നമുക്ക് നിൽക്കേണ്ടി വന്നു. അപ്പം നിന്ന സമയത്ത് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഇഷ്യൂസ് വരും. അപ്പൊ ഇത് തന്നെ വലിയൊരു ചലഞ്ച് ആണല്ലേ? ആ, മാനേജബിൾ ആണ്. അതങ്ങനെ വലിയ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നത് ഈ പറഞ്ഞ പോലെ ടുണീഷ്യയിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് ക്ലൈമറ്റ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് വരുമ്പോഴേ ഉള്ളൂ. അല്ലാണ്ട് ഓക്കെ. അപ്പോൾ ഒരു മൂവി റിലീസ് ആകുമ്പോൾ ആദ്യം ഒരു ഔട്ട്ലുക്ക് അല്ലെ പോസ്റ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കുന്നത് ഇപ്പം അതിൽ ആരാണ് ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ, എഡിറ്റേഴ്സ്, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു പോസ്റ്റർ ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അതിലൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാ സിനിമയ്ക്കും അത് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ആൾക്കാർ ഈ പോസ്റ്ററിന് ഫോട്ടോ എടുത്ത ആരാണെന്നുള്ളത് അറിയണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ മാർക്കോ ഇറങ്ങിയ സമയത്ത് മാർക്കോയുടെ ഫോട്ടോ എടുത്ത എന്നുള്ള രീതിയിൽ തന്നെ കുറേ ആൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഈ പറഞ്ഞ ടാഗ് കണ്ടിട്ട് വന്ന് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ എല്ലാ സിനിമയ്ക്കും അത് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ചില സിനിമകൾ ആ സിനിമയുടെ സക്സസ് മീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് രോഹിത് എന്നൊക്കെ പറഞ്ഞിട്ട്, രോഹിത്തിനെ കുറേ കൂടെ ആൾക്കാർക്ക് അറിയാം. ഇപ്പം മഞ്ഞുമൽ ചെയ്ത ആവേശം ഒക്കെ ഷൂട്ട് ചെയ്തത് രോഹിത്ത്. അപ്പോൾ രോഹിത്തിനെ ഈ പറഞ്ഞ പോലെ എന്താ ഒരുപാട് പേർക്ക് അറിയാം, ഈ ഫോട്ടോഗ്രാഫർ ആരാണെന്നറിയാം. രോഹിത്ത് ആണ് എൻ്റെ ഫോട്ടോഗ്രാഫർ എന്ന് കണ്ടിട്ട് ആ പോസ്റ്റേഴ്സിനെ പറ്റി കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അത് ചില സിനിമകൾ നമുക്ക് എത്രത്തോളം സക്സസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുപോലെ നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കും. പിന്നെ പോസ്റ്റേഴ്സ് ഭയങ്കര നല്ലതാണെങ്കിൽ ഡിസൈനേഴ്സിന് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഫോട്ടോഗ്രാഫറിനെയും അതുപോലെ തന്നെ ശ്രദ്ധിക്കും. അപ്പോൾ അതിലങ്ങനെ വലിയ വിഷമമൊന്നുമില്ല. നല്ല സിനിമ ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ. അപ്പം ഇനി മിറാഷിന് ശേഷം ഇനി എന്തെങ്കിലും അടുത്ത നെക്സ്റ്റ് പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ? ഒരു 2 സിനിമ റിലീസ് ആവാനുണ്ട്. ഒന്ന് മാത്യു തോമസ് അഭിനയിച്ച സുഖമാണ് എന്ന് പറഞ്ഞിട്ടൊരു ജഗദീശേട്ടനൊക്കെ ഉള്ള സിനിമ. അത് കഴിഞ്ഞിട്ട് ജിത്തു സാറിൻ്റെ തന്നെ പ്രൊഡക്ഷനിൽ ബെഡ് ടൈം സ്റ്റോറീസിൻ്റെ ഇതിൽ സാറിൻ്റെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത മാർട്ടിൻ എന്നുണ്ട് ആൾ ഡയറക്റ്റ് ചെയ്ത ദൃഢം എന്നുണ്ട് ഷൈനികം അഭിനയിക്കുന്ന സിനിമ. അപ്പോൾ ഇത് രണ്ടുമാണ് നെക്സ്റ്റ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 പ്രോജക്റ്റ് സംസാരിക്കുന്നുണ്ട്, അത് തുടങ്ങുന്ന പോലെ.